വീട്ടിലെ ഒരാൾ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. ഇപ്പോൾ ഉറക്കമില്ല. മറ്റാരൊക്കെയോ മരിക്കുന്ന സ്വപ്നം കാണുന്നു. പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാണ് ഉറങ്ങാറുള്ളത്. മയങ്ങിപ്പോയാൽ സ്വപ്നം കാണുന്നു. ഭർത്താവ് മരിക്കുന്ന സ്വപ്നമാണ് 2 ദിവസം മുമ്പ് കണ്ടത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, കൂടെ ഇരിക്കുമ്പോൾ, കിടക്കുമ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്ത പിടച്ചിലാണ്. അദ്ദേഹത്തോട് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സ്വപ്നം കണ്ടാൽ അത് യാഥാർത്ഥ്യമാകുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സ്വപ്നങ്ങളെ കുറിച്ച് ആളുകൾക്ക് കുറേ കഥകളും പഴങ്കഥകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാണ്. സത്യത്തിൽ നമ്മൾ അങ്ങനെ സ്വപ്നത്തെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. സ്വപ്നം എന്നുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ശാരീരികമായ അസ്വസ്ഥതകളും മാനസികമായ അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭീതിജനകമായ സ്വപ്നങ്ങൾ കാണും. ഉദാഹരണം, നിങ്ങളൊരു രോഗിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിച്ചു, അങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭത്തിൽ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തീരെ സ്വപ്നം കാണാത്തവരും കാണും. അതേമാതിരി മാനസിക അസ്വാസ്ഥ്യങ്ങൾ, നമുക്ക് എന്തോ ഭീതിയുണ്ട്, ഭയമുണ്ട്, അങ്ങനത്തെ ഒരു പശ്ചാത്തലം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അസ്വസ്ഥതകൾ സ്വപ്നമായി ക്രിയേറ്റ് ചെയ്യപ്പെടും. അതെപ്പോഴും നമ്മളെ ഭയപ്പെടുന്ന സ്വപ്നങ്ങളാവും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ സ്വപ്നങ്ങളായി രൂപപ്പെടുമ്പോഴും അത് നമുക്ക് അസ്വസ്ഥത. ഇതിൽ നേരെ വിപരീതമുണ്ട്. നമ്മൾ വളരെ ഫ്രഷായി നിൽക്കുന്ന സന്തോഷമുള്ള സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ വളരെ സന്തോഷമുള്ള സ്വപ്നങ്ങൾ കാണാം. അതേപോലെ നമ്മുടെ മനസ്സ് വളരെ ഉന്മേഷത്തിലും സമാധാനത്തിലും സന്തോഷത്തിലൊക്കെയുള്ള ഒരു യാത്രാവേളകളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല സ്വപ്നങ്ങൾ കാണാം. അപ്പോൾ സ്വപ്നങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മാനസിക ശാരീരിക അവസ്ഥകൾക്കൊരു പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഈ അസ്വസ്ഥതകൾ ഇല്ലാത്തപ്പോൾ മാറും. നല്ല അവസ്ഥയിൽ നല്ല സ്വപ്നങ്ങൾ കാണും. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ, മനുഷ്യനെ വഴിതെറ്റിക്കുന്ന പിശാചിന് നമ്മൾ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങളൊക്കെ പിശാചിൻ്റെ അടുക്കുന്നതാണ് നബി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും അതിനെപ്പറ്റി നമ്മൾ പേടിക്കേണ്ട. കാരണം ഇത് പിശാചിൻ്റെ അടുക്കുന്നതാണ്. പിശാച് സത്യസന്ധനല്ലല്ലോ. പിശാച് നമുക്ക് ഗുണകരമായിട്ടല്ല വേണം. പിശാച് നമുക്ക് എന്തെങ്കിലും അപകടകരമായൊരു സംഗതിയെക്കുറിച്ച് മുന്നറിയിപ്പ് തന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു സാധ്യതയുമില്ലല്ലോ. അപ്പോൾ ഭർത്താവ് മരിക്കുന്ന സ്വപ്നം കാണുമ്പോൾ, ഭർത്താവ് മരിക്കുമെന്നുള്ളൊരു പേടിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ മുഴുവൻ അസ്വസ്ഥമാക്കാൻ ശൈത്താന് പറ്റും. അപ്പോൾ അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? ചീത്ത സ്വപ്നം. അവിടെ ചീത്ത സ്വപ്നങ്ങൾ എന്ത് കണ്ടാലും പേടിക്കേണ്ട. കാരണം അത് പിശാച് എന്നുള്ളതാണ്. പിശാച് എന്നുള്ളൊരു സ്വപ്നത്തെക്കുറിച്ച്, അതിൻ്റെ ഭാവിയെക്കുറിച്ചോ വ്യാഖ്യാനത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ, നല്ല സ്വപ്നങ്ങൾ കണ്ടു, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ല സ്വപ്നം അത് നമുക്കൊരു സന്തോഷവും പ്രതീക്ഷയും നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായിരുന്നാലും രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒളുവൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക? കയ്യിലൂതി ആയത്തുൽ കുർസി മുഅവ്വിദാത്തൊക്കെ ഓതി എന്ത് ചെയ്യുക? പ്രാർത്ഥന ചൊല്ലിയിട്ട് ശരിക്കും നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ മരിച്ചാൽ ശുദ്ധ പ്രകൃതിയിൽ, അതായത് ഒരാൾ അപ്പം ജനിച്ചൊരു കുഞ്ഞ് മരിക്കണ പോലെയുള്ള മരണമാണ്. അപ്പം അങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നോക്കുമ്പോൾ സ്വാഭാവികമായും മലക്കിൻ്റെ കാവലുണ്ടായിരിക്കും, നമുക്കൊരു സുരക്ഷിതത്വം ഉണ്ടായിരിക്കും, ഭയപ്പെടാതെ നമുക്ക് ഉറങ്ങാൻ പറ്റും.